പറയേണ്ടത് ഉമ്മുക, നിന്റെ ഉമ്മയോടാണ് ഏറ്റവും നല്ല പെരുമാറ്റം. ജീവിതത്തിൽ നിങ്ങൾ ആരോടൊക്കെ ഏറ്റവും നന്നായി പെരുമാറുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ മാനേജറോട്, നിങ്ങളുടെ ജോബ് തന്ന എംപ്ലോയറോട്, നിങ്ങളുടെ ടീച്ചറോട്, അധ്യാപകനോട്, ഗുരുനാഥനോട്, തങ്ങളോട്, സയ്യിദിനോട് ഒക്കെ നമ്മൾ നന്നായിട്ട് പെരുമാറും അല്ലേ? ഇതിലേറെ നന്നായി പെരുമാറേണ്ട ഒരാൾ ആര്? നിങ്ങളുടെ ഉമ്മ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഉമ്മ അതിനും മീതയാണ്. അപ്പൊ ചോദിച്ചു നബിയെ, അത് കഴിഞ്ഞാൽ പിന്നെ ആരാ? ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ രണ്ടാമതും നിന്റെ ഉമ്മ. പിന്നെ ആരാ നബി? ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ, നിന്റെ ഉമ്മ തന്നെ 3 തവണ. പിന്നെ ആരാ നബിയെ? അബൂക്ക്, നിന്റെ പിതാവെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ താലോലിച്ച് ഗർഭം ചുമന്ന്, അത് മാത്രോ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ 2-3 കൊല്ലം ആ ഉമ്മമാർക്ക് നല്ലൊരു വസ്ത്രമിട്ട് നടക്കാൻ സമയമല്ല, പറ്റില്ല. ഈ കുഞ്ഞിനെ നോക്കണം. ആ മക്കൾക്ക് വേണ്ടിയുള്ള ത്യാഗം, അവർക്ക് വേണ്ടിയുള്ള ഉറക്കൊഴിക്കല്. അല്ലാഹുവേ, അല്ലാഹുവേ, നമ്മുടെ ഉമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം റബ്ബേ, അവർ ചെയ്യുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. ആ ഉമ്മമാരുടെ റഹ്മത്ത് നമുക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഈ ചെയറിൽ ഇങ്ങനെ ഇരിക്കാൻ പോലും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ എന്നെ പോറ്റി വളർത്തിയിരുന്ന പോലെ എൻ്റെ മാതാപിതാക്കളോട് റഹ്മത്ത് കാണിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാ പെൺകുട്ടികളെ പ്രായപൂർത്തിയായി, +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ തുടങ്ങി ഒന്ന് കാമുകൻ്റെ കൂടെ ഓടാം എന്നൊക്കെ നോക്കുമ്പോഴേ ഒന്ന് ആലോചിക്കുക, ഒരു കാമുകൻ നിന്റെ ഉമ്മ നിന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ കഴിയൂല. Believe me, you can trust me. No one can love you the way your mom can love. ആർക്കും ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ ഉമ്മയെപ്പോലെ ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു ഉമ്മയെ വേദനിപ്പിച്ചിട്ട് ഈ പരിപാടിക്ക് നടക്കല്ലേ, നിന്റെ പിതാവിനെ വേദനിപ്പിച്ച് നടക്കല്ലേ. ഖുർആനിൽ വാപ്പയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് വാപ്പയുടെ വശങ്ങൾ ഖുർആൻ പറഞ്ഞില്ല. അത് ബഹുമാനിക്കേണ്ടെന്നല്ല പറഞ്ഞത്. കാരണം വാപ്പയെ നമ്മൾ കാണുന്നുണ്ട്. വാപ്പയാണ് ഭക്ഷണം തരുന്നത്, വാപ്പയാണ് ജോലിക്ക് പോകുന്നത്, വാപ്പയാണ് ആശുപത്രിയിൽ പേ ചെയ്യുന്നത്, ഉപ്പയാണ് കൈപിടിച്ച് നടത്തുന്നത്. ഇതൊക്കെ ഉപ്പ ചെയ്യുന്ന സേവനമാണ്. പക്ഷെ ജനിച്ച നമ്മള് ഉപ്പ ഇങ്ങനെ അധ്വാനിക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഉമ്മപ്പം എന്തേ ഉപ്പ കൊണ്ടുവരുന്നത് വെച്ചുണ്ടാക്കി തരുന്നല്ലേ ഉള്ളൂ എന്നേ നമ്മൾ ഉമ്മയെക്കുറിച്ച് കണ്ടുള്ളൂ. അപ്പോഴാണ് അല്ലാഹു ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, നിന്റെ ഉമ്മ കഷ്ടപ്പാടിലൂടെ ചുമന്നുകൊണ്ടാണ് നിന്നെ പ്രസവിച്ചത് കേട്ടോ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയതാ. വാപ്പയുടെ കഷ്ടപ്പാട് നമ്മൾ കാണുന്നുണ്ട്, വാപ്പ കഠിനാധ്വാനം ചെയ്യുന്നത്. ഉമ്മയുടെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അല്ലാഹു ഇത് പറഞ്ഞു തന്നു. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉപ്പയാണ്. ഹബീബായ നബി തങ്ങൾ ഒരു മുറബ്ബിയാണ്, കുടുംബനാഥനാണ്. മക്കളോട് ഉമ്മ എൻ്റെ മോനാണെന്ന് പറയുന്നതോട് അതിനോളം ത്യാഗം ഒരു ഉപ്പാക്കില്ലെങ്കിലും ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ മക്കളെന്ന് പറയുന്നത് ഒരു വികാരമാണ്, ഒരു സന്തോഷമാണ്. അള്ളാഹു നമ്മുടെ ദമ്പതികളിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹുവേ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാഹ്. നീ തന്ന മക്കളെ അള്ളാഹുവേ കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കി നൽകണമേ അല്ലാഹ്. ഹബീബായ നബി തങ്ങൾ പിഞ്ചുമോൻ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന കുഞ്ഞ് മരണത്തിന്റെ വേദന അനുഭവിക്കുമ്പോൾ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നു. ഫഹമലഹു, കുഞ്ഞിനെ നബി തങ്ങൾ കൈകളിലെടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കുഞ്ഞിനെ കിട്ടിയാലും തങ്ങൾ എടുക്കുമായിരുന്നു സല്ലല്ലാഹു. അത് പിന്നെ കുപ്പായത്തിൽ ചളിയാവൂലേ, കുട്ടി മൂത്രമൊഴിക്കൂലേ, അതൊന്നും ചിന്തിക്കരുത്. അതൊരു സ്നേഹമാണ്. അവിടെ ഇങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കരുത്. ചെറിയ കുട്ടികളെ കണ്ട അങ്ങ് എടുക്കുക തന്നെ. ആ മക്കളോടുള്ള സ്നേഹം കാണിക്കണം എന്നാ. ഒരിക്കൽ ഒരു കുഞ്ഞിനെ തങ്ങളെടുത്തോ, കുഞ്ഞങ്ങ് മൂത്രമൊഴിച്ചു. അപ്പൊ ആ കുഞ്ഞിന്റെ ഉപ്പാക്ക് ഭയങ്കര വിഷമായി. നബിയെ കുഞ്ഞിനെ തന്നക്കി എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു കുട്ടി മൂത്രമൊഴിച്ച് കഴിഞ്ഞോട്ടെ, കുഴപ്പമില്ല. അവിടെ തന്നെ പിടിച്ചു നിന്നു. ആ കുട്ടി ശരിക്കും മൂത്രമൊഴിച്ചു കഴിഞ്ഞു. ഒരു കുട്ടിയെ കൊടുത്ത് തങ്ങൾ വസ്ത്രം പോയി കഴുകി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ച് എൻ്റെ കുട്ടി ഇതാ മൂത്രമൊഴിച്ചു. വലിയ വസ്വാസമുള്ളവരുണ്ടാവും. റബ്ബേ കുട്ടി ഉണ്ടെങ്കിൽ ആ പൊരേ പിന്നെ നിസ്കരിക്കുന്നല്ല. എന്താ ചെയ്യാ വസ്വാസം. ദിജ്ല നദിയിൽ മുങ്ങിക്കുളിച്ചിട്ട് അബൂബക്കർ ബാഖില്ലാനി തങ്ങളോട് വന്നിട്ട് ഒരാൾ പറയാ, പൊന്നാര ശൈഖ് അവറുകളെ, ഈ നദിയിൽ കുളിച്ചിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ബോഡി നനഞ്ഞിട്ടില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. വസ്വാസാണ്, നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഭ്രാന്തന്മാരല്ലേ പറയുള്ളൂ ഇങ്ങനെ. ഭ്രാന്തന്മാർക്ക് നിസ്കാരമില്ലല്ലോ, നിങ്ങൾ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി വസ്വാസ കാണിക്കുക.
ഇവിടെ മൂത്രമൊഴിച്ചിട്ടുണ്ടാവോ? ആ കുട്ടിയിലെ നടന്നു പോയിട്ടുണ്ടാവോ? നിങ്ങൾ കണ്ടോ? അവിടെ നജസ്സുണ്ടോ? നജസിന്റെ ഐന് നിങ്ങൾ കാണുന്നുണ്ടോ? അതിന്റെ അഥർ കാണുന്നുണ്ടോ? എന്നിലത് വൃത്തിയാക്കിയിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഉണ്ടാവോ ഇല്ല? ഒരു നായങ്ങാനും ഇതിൻ്റെ വരാന്തി കൂടെ നടന്നു പോയിട്ടുണ്ടാവോ? എന്നിട്ട് മുറ്റം മുഴുവൻ മൊട്ടടിച്ച് കഴുകുക. ഇതിനൊക്കെ പിരാന്ത് എന്നല്ലാണ്ട് എന്താ പറയാ? പുണ്യനബി തങ്ങൾ ഒരു കുഞ്ഞിനെയും അങ്ങനെ വെറുപ്പോടെ കണ്ടിട്ടില്ല. തങ്ങൾ എപ്പോഴും മക്കളെ എടുക്കും, കൈകളിൽ വാരിയെടുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂത്രമൊഴിച്ചെന്ന് വിചാരിച്ചിട്ട് എന്താ? പമ്പേഴ്സൊക്കെ ഇപ്പോഴല്ലേ, പമ്പേഴ്സ് ഡയാപ്പർ എന്നാ പറയല്ലേ. പമ്പേഴ്സ് കമ്പനിക്കാർക്ക് വലിയ കിട്ടല, പണ്ട് കോൾഗറ്റ് പറഞ്ഞ പോലെ. ഡയാപ്പർ ഇപ്പം നമ്മൾ ഇപ്പോഴല്ലേ ഇട്ടുകൊടുക്കാൻ തുടങ്ങിയത് കുട്ടികൾക്ക്. മുമ്പൊന്നും അതില്ലല്ലോ. അന്ന് അമ്മായിമാരൊക്കെ സമ്മതിക്കൂല, അത് ഭയങ്കര ചൂടാ, കേടാ കുട്ടിക്കെന്ന് പറഞ്ഞ് കൊടുക്കാൻ വിടൂല. പണ്ട് മിക്സിയിൽ അരക്കാൻ വിടാത്ത ഉമ്മാരൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത്. എത്ര വലിയ പൗരത്വമൊന്നും ആയിട്ടില്ല, കല്ലുമ്മ പോയി വരച്ചാൽ മതി. ഇപ്പോൾ അതൊക്കെ ശീലമായി, ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു അല്ലേ? അപ്പോൾ കുറേ കൂടെ വൃത്തി കൂടുതലുള്ള സമയമാണ് ഇപ്പോൾ. മക്കളെടുക്കണം, തങ്ങളുടെ ഒരു ചര്യയാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഹമലഹു, അവിടുത്തെ പുണ്യമോനെ നബി തങ്ങൾ കൈകളിലെടുത്തു. വശമ്മഹു, ആ കുഞ്ഞിനെ നബി തങ്ങൾ മുത്തിമണത്തു. വഖബ്ബലഹു, ആ കുഞ്ഞിനെ നബി തങ്ങൾ ചുംബിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, ഒരു പിഞ്ചു പൈതലിനെ, അത് ഹബീബിന്റെ മോനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈകളെടുത്ത മോന് ഇങ്ങനെ മരണത്തിന്റെ വെപ്രാള വിഷമങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നെഞ്ചിലേക്ക് കുഞ്ഞിനെ ചേർത്ത് വെച്ചുകൊണ്ട് കരഞ്ഞു. നബി തങ്ങളുടെ കണ്ണുകൾ നനഞ്ഞു. ഹബീബായ നബി തങ്ങളും കരഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞിന്റെ മരണം കാണാൻ പറ്റുന്നില്ല. നബി തങ്ങൾക്ക് വിഷമമായി. സ്വഹാബികൾക്ക് അത്ഭുതമായി. വഖാലു, അവർ ചോദിച്ചു, ഹാദാ വഅൻത റസൂലുള്ളാഹ്, നബിയേ അങ്ങ് അല്ലാഹുവിന്റെ ദൂതരല്ലയോ? അങ്ങനത്തെ അങ്ങ് ഇങ്ങനെ ചെയ്യുകയോ? അങ്ങ് കരയുകയോ? അങ്ങ് കരയുകയോ? അങ്ങ് കണ്ണുനീര് പൊഴിക്കുകയോ? അങ്ങ് റസൂലല്ലേ? ഹാദാ അൻത യാ റസൂലല്ലാഹി തബ്കി, അങ്ങ് റസൂലല്ലയോ? അങ്ങ് കരയുകയാണോ നബിയേ എന്ന് പുണ്യ നബിയോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത മറുപടി, അലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു തരാം. ഈ കരച്ചിലിന് വിരോധമില്ല, ഈ സങ്കടപ്പെടുന്നതിന് ഒരു കുഴപ്പവുമില്ല, ഈ കണ്ണെന്ന് വരുന്ന കണ്ണുനീരുകൾക്ക് വിഷമമില്ല. തങ്ങൾ നോക്കണേ, എപ്പോഴും ഇർഷാദ് ചെയ്യുകയാണ്, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയാണ്. അതൊരു വിഷമമുള്ള സമയം, അവിടെ പോയി തിരുത്തി കൊടുക്കാതെ പിന്നെ പറഞ്ഞു കൊടുത്താൽ മതി, തങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാം. അപ്പോഴേ തങ്ങൾ ഇടപെട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹബീബിന്റെ പ്രത്യേകതയാണ്. ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദംഇൽ ഐൻ, കണ്ണിന്റെ കണ്ണുനീര് കൊണ്ട് അല്ലാഹു ആരെയും ശിക്ഷിക്കുകയില്ല. കണ്ണിന്റെ കണ്ണുനീര് സങ്കടപ്പെടുന്നത് സ്വാഭാവികമാണ്. നമ്മൾ വിഷമിച്ച് കരയും, കണ്ണുനീര് വരും. ആ കണ്ണുനീര് കൊണ്ട് അല്ലാഹു ആരെയും ശിക്ഷിക്കുകയില്ല. വലാ ബിഹുസ്നിൽ ഖൽബ്, ഹൃദയത്തിന്റെ സങ്കടം കൊണ്ടും അല്ലാഹു ആരെയും ശിക്ഷിക്കുകയില്ല. മനുഷ്യനല്ലയോ, സങ്കടം വരും. ഹൃദയം ലോലമായ ആളുകൾക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. അതൊന്നൊരു കുഴപ്പമില്ല. മനസ്സ് ശുദ്ധമായതിന്റെ അടയാളമാണ്. തെളിമയാർന്ന മനസ്സിന്റെ ഉടമയാണെന്നതിന്റെ അടയാളമാണ്. കടുത്ത ഹൃദയമുള്ളവർക്ക് കരയാൻ പ്രയാസം, കരയാൻ കഴിയില്ല. നേർത്ത ഹൃദയമുള്ളവർ പെട്ടെന്ന് കരയും. ഒരു കാര്യം പറയുമ്പോഴേക്കും കരഞ്ഞു പോകും. സങ്കടം വരും, മനസ്സിന് ദുഃഖം വരും. വലാകിൻ യുഅദ്ദിബു ബിഹാദാ ഔ യർഹമു, എന്നാൽ അല്ലാഹു ശിക്ഷിക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞു നാവിലേക്ക് വിരൽ ചൂണ്ടി നബി തങ്ങൾ. ഈ നാവ് കൊണ്ട് പറയുന്നതിനാണ് അല്ലാഹു ശിക്ഷയും രക്ഷയും നൽകുന്നത്. വഅശാറ ഇലാ ലിസാനിഹി, ഹബീബിന്റെ നാവിലേക്ക് നബി തങ്ങൾ കൈനീട്ടുകയുണ്ടായി. ഇന്നൽ ഖൽബ ലയഹ്സൻ വ ഇന്നൽ ഐന ലതദ്മ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ വ ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വാക്കുകളാണ് ഇത്. ഇന്നൽ ഖൽബ ലയഹ്സൻ, ഹൃദയത്തിന് സങ്കടം വരും. അല്ലാഹുവിന്റെ ഒരു ഖദാ വന്നിരിക്കുകയാണ് ഇവിടെ. റബ്ബിന്റെ ഖദാ ആണ്. അവിടുന്ന് ഒരു ആൺകുട്ടിയും പ്രായപൂർത്തി പോട്ടെ 2 വയസ്സിനപ്പുറത്തേക്ക് അവിടുത്തെ ആൺകുട്ടികളിൽ ആരും സർവൈവ് ചെയ്തില്ല എന്നാണ് പണ്ഡിതരുടെ അഭിപ്രായം. പെൺകുട്ടികളൊക്കെ 4 പേരും കല്യാണം കഴിച്ചു പോയി. ആൺകുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ മരിച്ചു, കൊച്ചു പ്രായത്തിൽ മരണപ്പെട്ടു. എന്തുകൊണ്ടെന്നറിയോ? എങ്ങാനും തങ്ങൾക്ക് ശേഷം തങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ
ആ മകനിൽ പ്രവാചകത്വം ആരോപിക്കുവാനോ കെട്ടിവെക്കുവാനോ ആളുകൾ ആവേശത്തോടുകൂടെ മുന്നോട്ട് വരും. തങ്ങളിലൂടെ അള്ളാഹു നബുവത്തിനെ മുറിച്ചു കളഞ്ഞു, ഇനിയൊരു വേറെ നബിയില്ല, ലാ നബിയ്യ ബഅദി എന്ന അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രഖ്യാപനത്തെ സാർത്ഥമാക്കാനാ തങ്ങൾക്ക് ആൺമക്കൾ ജീവിച്ചിരിപ്പില്ലാതെ പോയത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പെൺകുട്ടികളെ ഉള്ളൂ. ഇന്നൽ ഐന ലതദ്മഅ ഇന്നൽ ഖൽബ ലയഹ്സൻ വഇന്നൽ ഐന ലതദ്മഅ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ. കണ്ണുകൾക്ക് കരച്ചിൽ വരും, ഹൃദയത്തിന് തേങ്ങൽ വരും, എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതേ നമ്മുടെ നാക്കുകൊണ്ട് പറയുകയുള്ളൂ. എന്ത് പറയരുത്? എന്താ പടച്ചോനെ നീ എന്നോട് മാത്രം ഇങ്ങനെ? എനിക്ക് ആകെ ഒരു കുഞ്ഞുണ്ടായത് 15 കൊല്ലം കഴിഞ്ഞിട്ട്. ഓരോ കൊല്ലവും പ്രസവിക്കുന്നതിന്റെ അയൽപക്കത്തെ പെണ്ണോൾക്ക് 12 മക്കളില്ലേ? അവരാർക്കൊരു കുഴപ്പമില്ലല്ലോ റബ്ബേ. 15 കൊല്ലം കാത്തിരുന്ന് ഒരുപാട് ചികിത്സ ചെയ്ത് കിട്ടിയ എന്റെ മോനെ തന്നെ നീ കൊണ്ടുപോയോ? അങ്ങനെയൊന്നും പറയല്ലിൻ. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ. അല്ലാഹു ഇഷ്ടപ്പെടുന്നതേ പറയാവൂ. അതുകൊണ്ട് കണ്ണ് കരയുന്നതോ മനസ്സ് വേദനിക്കുന്നതോ ഒരു പ്രയാസമല്ല, അതൊരു അദാബോ ശിക്ഷയോ ഉള്ള വിഷയമല്ല. വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹീമു ലമഹ്സൂനൂൻ. ഇബ്രാഹിം എന്ന മോനെ, നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും സങ്കടമുണ്ട് മോനെ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇന്നലഹു മുർളിഅൻ തുക്മിലു റളാഅഹു ഫിൽ ജന്ന. എന്റെ കുഞ്ഞ് മുലപ്പാൽ കുടിച്ച് തീർന്നിട്ടില്ല, പ്രായമാകുമ്പോൾ മരിച്ചുപോയി. എന്റെ കുഞ്ഞിന്റെ മുലപ്പാൽ ഇനി പൂർത്തിയാക്കാൻ സ്വർഗീയ സുന്ദരിയായൊരു ഉമ്മയെ അള്ളാഹു എന്റെ കുഞ്ഞിന് വെച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹബീബിനുണ്ടായ ഒരു മുസീബത്തിനെ തങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു ചെറിയ ഉദാഹരണം. ഈ മോന് മരണപ്പെട്ടപ്പോഴാണ് സൂര്യഗ്രഹണമുണ്ടായി അതേ ദിവസം. അപ്പൊ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ഇത് ഉണ്ടാവാൻ കാരണം ഹബീബിന്റെ മോൻ വഫാത്തായതാണ് കാരണം. ഹബീബിന്റെ മോൻ വഫാത്തായതിന്റെ പേരിലാണ് സൂര്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. ഞങ്ങൾക്ക് അവിടെ ഇരിക്കാം, അത് ദുഃഖമുള്ള ദിവസമാണ്, മനസ്സ് വേദനിക്കുന്ന ദിവസമാണ്. എന്നാലും ഹബീബായ തങ്ങൾ എഴുന്നേറ്റ് വന്നു, ജനങ്ങളോട് മുഴുവൻ പറഞ്ഞു, എല്ലാവരും വരിൻ. അങ്ങനെ നബി തങ്ങൾ മിമ്പറിൽ കയറുകയാണ്. എന്നിട്ട് മിമ്പറിൽ കയറിയിട്ട് ഖുതുബ നിർവഹിച്ചു. എന്താണ് കുസൂഫ് നിസ്കാരം എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമർ ആയതാനി മിൻ ആയാതില്ലാഹ്. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ 2 ദൃഷ്ടാന്തങ്ങളാണ്. പടച്ചതമ്പുരാൻ എന്ന സൃഷ്ടാവ് ലോകത്തിനുണ്ട് എന്ന് ഓരോ ദിവസവും നിങ്ങൾക്ക് രാവിലും പകലിലും വിളിച്ചു തരുന്ന, നിങ്ങളെ അറിയിച്ചു തരുന്ന ദൃഷ്ടാന്തമാണ്, മിറക്കിളാണ് സൂര്യനും ചന്ദ്രനും. ലാ യഖ്സിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതി. ഒരാളുടെ ജന്മമോ മരണമോ സംഭവിക്കുമ്പോഴല്ല സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. അത് അല്ലാഹു നിശ്ചയിച്ചു വെച്ച ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അതൊരു കുഞ്ഞിന്റെ ജനനമോ മരണമോ അതിന് കാരണമല്ല. തങ്ങൾക്ക് ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ ഫേക്കായിട്ട് ഇങ്ങനെ അഭിമാനം ഉണ്ടാക്കുന്ന സാഹചര്യം കാണും. അങ്ങനെ ഒരാൾ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പറയാം, കണ്ടില്ലേ എൻ്റെ കുട്ടി മരിച്ചപ്പോൾ ദാ സൂര്യഗ്രഹണം ഉണ്ടായി, എൻ്റെ കുട്ടി ആരങ്ങൾക്ക് മനസ്സിലായോ എന്ന് സാധ്യതയേറിയ ഒരു സാഹചര്യം. പുണ്യനിബിതങ്ങൾ മഅദല്ലാഹ് വഹശാ ലില്ലാഹി അൻ യഖൂൽ. പുണ്യനബി ഞങ്ങൾ അതൊന്നും അല്ലല്ലോ പറഞ്ഞത്. എൻ്റെ കുട്ടി ജനിച്ചത് കൊണ്ടോ മരിച്ചത് കൊണ്ടോ അല്ല സൂര്യഗ്രഹണം ഉണ്ടായത്, അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ച് പറഞ്ഞു പോവണ്ട, ഇത് റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് നമുക്ക് കുസൂഫിന്റെ നിസ്കാരം നിർവഹിക്കണം. സൂര്യഗ്രഹണത്തിന്റെ നിസ്കാരം അതാണ് കുസൂഫ്. ചന്ദ്രഗ്രഹണത്തിന്റെ നിസ്കാരത്തിന് ഖുസൂഫ് എന്ന് പറയും. കുസൂഫിന്റെ നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞ് സ്വഹാബത്തിന്റെ കൂടെ നിസ്കാരം നിർവഹിക്കുന്ന പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോ ഇബ്രാഹിം എന്ന പൊന്നുമോൻ വഫാത്തായ അതേ ദിവസം. ഇബാദത്തിന് മുടക്കം വരരുത്. കല്യാണത്തിന് നിസ്കരിക്കാതെ ഉദയാപ്പിളിയും ബുധനാണെങ്കിൽ പിന്നെ എങ്ങനെ ആ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവുക? ആ കുടുംബ ജീവിതത്തിൽ ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ, ഇതൊക്കെ ദുആർക്കാണ്. രണ്ടാൾക്കും നിസ്കരിക്കേണ്ട നേരാ. പുരുഷനിപ്പോൾ എന്തായാലും നിസ്കരിക്കണം. ഓൾക്ക് നിസ്കരിക്കേണ്ട സമയമാണെങ്കിൽ ഒരു നിസ്കാരമില്ല. അല്ലാഹ് വർക്കത്ത് ചെയ്യട്ടെ ബാറക്കല്ലാഹു ലക്കുമാ എന്ന് പറഞ്ഞ് അവിടെ ഗ്രീറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് എന്ത് കാര്യം? എങ്ങനെ ബർക്കത്തുണ്ടാവുക? ഒരു വീട്ടിൽ മരണം സംഭവിച്ചാൽ നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം. കല്യാണത്തിന് നിസ്കരിക്കണം. തക്കാരാണ് നിസ്കരിക്കണം. റൂഹ് ബോധം
ദേഹത്തുള്ള സമയത്തോളം നിസ്കാരം നിർബന്ധമാണ്. പെണ്ണുങ്ങൾക്ക് പിന്നെ അവർക്ക് അവരുടെ ആ മഅദൂറായ സമയം ഒഴികെ ആ ദിവസം പുണ്യനബി എക്സ്ട്രാ നിസ്കാരം, കുസൂഫ് നിസ്കാരം. മോൻ മരിച്ച ദിവസമാണത്.